നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ വിഷയങ്ങളാണ്. ത്രിഗ്രഹ യോഗങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത്. ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ ചന്ദ്രനും ബുധനും ശുക്രനും ഒരുമിച്ച് യോഗത്തോടുകൂടി ഒരു രാശിയിൽ വന്നാൽ അതിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്ലോകം ശ്രദ്ധിക്കുക. വിദ്യാസംസ്കൃതമതിരപി നീചാചാരോ ഭവേത് പുമാൻ ജാതഃ ശേർഷ്യോ ധനപ്രലുബ്ധോ ബുധഭാർഗവ ചന്ദ്ര സംയോഗേ. ബുധഭാർഗവ ചന്ദ്ര സംയോഗേ. ബുധൻ നിങ്ങൾക്കറിയാം, ബുധൻ തന്നെ. ഭാർഗവൻ, ഭൃഗുപുത്രൻ, ശുക്രൻ, ചന്ദ്രൻ, ഇവരുടെ മൂന്ന് പേരുടെയും യോഗത്തിൽ വരുന്ന വ്യക്തിയുടെ സ്വഭാവമാണ്, എപ്രകാരമുള്ള മനുഷ്യനെയാണ് ഈ ത്രിഗ്രഹ യോഗം ജനിപ്പിക്കുന്നതെന്നാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടെ ചന്ദ്രനും ബുധനും ശുക്രനും കൂടെ ഒരുമിച്ച് ഒരു രാശിയിൽ വരികയാണെങ്കിൽ ആ യോഗത്തോടു കൂടിയ വ്യക്തി ആരാകുന്നു? വിദ്യ കൊണ്ട് സംസ്കരിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ വ്യക്തിയാണ്. അയാൾ വിദ്യയാൽ വളരെയധികം സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങേയറ്റം ആ വിദ്യയിൽ അദ്ദേഹത്തിന് എല്ലാ കഴിവുകളുമുണ്ട്. എങ്കിലും ആ വ്യക്തി നീചാചാരഃ ഭവതി. നീചന്മാരെ പോലെയുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവനായിരിക്കും. തൻ്റെ ബുദ്ധി അദ്ദേഹം ഉപയോഗിക്കുക എന്തിനാണ്? തെറ്റായ ആചാരങ്ങളിലൂടെ മാത്രം അതിൽ സംതൃപ്തി കാണുക, ആചാരഹീനനായി പ്രവർത്തിക്കുക, അനുചിതമായ കർമ്മങ്ങൾ ചെയ്യുക, ഇതിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ബുദ്ധി. വിദ്യയുണ്ടെങ്കിലും ആ വിദ്യ കൊണ്ട് സംസ്കൃതപ്പെട്ട മനസ്സോടുകൂടി ശരീരത്തോടുകൂടിയ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. മറ്റുള്ളവർക്ക് കൺസ്ട്രക്റ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവാണ്, നശിപ്പിക്കുന്ന ബുദ്ധിയാണ്. കാരണം ആ ശ്ലോകത്തിൻ്റെ താഴെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ശേർഷ്യഃ, അദ്ദേഹത്തിന് ഈർഷ്യ ഉള്ളവനാണ്, അസൂയാലുവാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും സന്തോഷം കാണില്ല. അതിനാൽ എങ്ങനെ അന്യനെ നശിപ്പിക്കണം, ഈ ഒരു ബുദ്ധിയാണ്. തൻ്റെ ശ്രേയസ്സല്ല ആ വ്യക്തി ആഗ്രഹിക്കുക, അന്യനെ നശിപ്പിക്കുക, അയാളുടെ ഉയർച്ചയിൽ ഉത്കർഷയിൽ അസൂയാലു ആകുക. ഇതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം. പിന്നീട് എന്ത് പറഞ്ഞിരിക്കുന്നു? ധനപ്രലുബ്ധ ഭവതി. ധനവിഷയത്തിൽ അങ്ങേയറ്റം ലുബ്ധനുമായിരിക്കും അദ്ദേഹം. തൻ്റെ ലുബ്ധ എന്ന് വെച്ചാൽ ചെലവഴിക്കാതിരിക്കുക, പിശുക്ക് കാണിക്കുക ധനവിഷയത്തിൽ. ഇപ്രകാരം ഇതൊരു നല്ല യോഗമല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിലയിരുത്തുക. ഈ യോഗമുള്ളവരെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ പലപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റിയാണ്. സമൂഹത്തിന് എതിരെ. എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. നാം സമൂഹത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം കാര്യമൊക്കെ ത്യജിച്ചിട്ട് അന്യൻ്റെ കാര്യത്തിൽ അവരുടെ ഉത്കർഷയിൽ അങ്ങേറ്റം അസൂയാലുക്കളാവുക, അവരെ നശിപ്പിക്കുവാനുള്ള ആചാരങ്ങളിലൊക്കെ മനസ്സ് എന്ത് ചെയ്യുക, അതിൻ്റെ പിറകെ പോവുക തുടങ്ങിയ പ്രകടനങ്ങളിൽ വ്യാപൃതരായിരിക്കും ഈ യോഗമുള്ളവർ. നന്ദി, നമസ്തേ.